സിനിമയെ കുറിച്ച് ദൃശ്യത്തിന് ശേഷം വെറുതെ ഭംഗിക്ക് പറയല്ല, ദൃശ്യത്തിന് ശേഷം കത്തി കയറാൻ പോകുന്ന ഐറ്റമാണ്, തിയേറ്റർ വാച്ചുള്ള ഐറ്റം തന്നെയാണ്. ഫാമിലി സ്റ്റാർസ് ഉള്ള ഒരു കൺസെപ്റ്റ് മാറിയിട്ട് ഓരോ തരത്തിലുള്ളൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്, എല്ലാവരുടെയും ഇമ്പ്രൂവ്മെന്റ് ഗംഭീരമാണ്. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും പോയി ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം, മിസ് ചെയ്യരുത്. എല്ലാവരും ഇടയിൽ പടം കാണാൻ ഭയങ്കരമായിട്ടായിരുന്നു. നല്ല ഹാപ്പിയാണ്. എല്ലാവരുടെയും കൂടി എങ്ങനെ ഔട്ട്പുട്ടിൽ ഹാപ്പിയാണ്. ഇഷ്ടപ്പെട്ടോ സിനിമ? വെരി ഗുഡ്, സന്തോഷം. ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ, ബേസിന്റെ കൂടെ, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഹാപ്പി ഹൗസിന്റെ പടമാണ്. ബ്യൂട്ടിഫുൾ. ഗ്രേറ്റ് കോമ്പിനേഷൻ. കോമഡി ഇഷ്ടപ്പെട്ടോ ചേച്ചി സിനിമ? ഭയങ്കര രസമുള്ള പടം. അവസാനം വരെയൊക്കെ നമുക്ക് എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നല്ലോ. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. നസ്രിയുടെയും ബേസിലുടെയൊക്കെ കിഡിലെ കോമ്പോ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ കണ്ടോ? എല്ലാം സ്വാഭാവികമായ എന്റർടൈൻ ചെയ്തു. വളരെ ഒരു സ്മൂത്തായിട്ട് കാണാൻ ഫസ്റ്റ് ബാച്ചാണ്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഒരു ത്രില്ലിങ് പടം, നല്ലൊരു സസ്പെൻസ്, എല്ലാവരും നല്ല ഗംഭീരമായിട്ടാണ്. നസ്രിയുടെ തിരിച്ചൊരു സൂപ്പറായിരുന്നു. പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. ത്രില്ലർ മൂവിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്രിയയുടെ ഒരു തിരിച്ചുവരവ്, അതുപോലെ തന്നെ ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കോമഡീസൊക്കെ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കോമഡീസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് ചെയ്തു വരുന്ന പല സിറ്റുവേഷൻസും ഓട്ടോമാറ്റിക്കലി അതിൽ വന്നതാണ്. ഒരു കോമഡി ആയിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. നന്നായിട്ടുണ്ട് മൂവി എന്തായാലും. എന്നുണ്ടെങ്കിൽ നഷ്ടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സസ്പെൻസ് ഫിലിം തിയേറ്ററിൽ കത്തുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. ദൃശ്യത്തിന് ശേഷം വെറുതെ ഭംഗിക്ക് പറയല്ല, ദൃശ്യത്തിന് ശേഷം കത്തി കയറാൻ പോകുന്ന ഐറ്റമാണ്, തിയേറ്റർ വാച്ചുള്ള ഐറ്റം തന്നെയാണ്. പടത്തിൽ എന്തൊക്കെ വേണോ, സസ്പെൻസ് ത്രില്ലർ വേണം, അതെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ ബേസിൽ നഴ്സറി നമ്മളിത് കണ്ടേക്കുന്ന ഒരു ലെവലിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഐറ്റംസ് എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ മൂവി അല്ലേ? പുതിയ കോമ്പോ സ്റ്റാർട്ടായോ? ബേസിൽ കോമ്പോഡി ഒന്നല്ല, ഇത് വേറൊരു ഐറ്റ സാധനമാണ്. അത് തിയേറ്റർ വാച്ചുകളാണ്. എവരി ഏരിയയിൽ അവർ പിടിച്ചിട്ടുണ്ട്. കാണാൻ പോകുന്നുണ്ടോ? ഒരു വട്ടം കൂടെ ഒന്നുകൂടെ കാണാനായിട്ടുണ്ട്. ആ രീതിയിൽ അവർ മേക്ക് ചെയ്തേക്കുന്നത് കൊള്ളാം. ബേസിന്റെ ലൈഫിൽ ഏറ്റവും വലിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഹിറ്റായില്ലെങ്കിൽ പിന്നെ വേറൊരു കൂടെ ഹിറ്റാകത്തില്ല അല്ലേ? അല്ല, അതാണ് ലെവലിലാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. സൂപ്പർ മൂവി. നസ്രിയയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. നസ്രിയ ആ ക്യാരക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ. പക്ഷേ നസ്രിയ ഇതുപോലൊരു ക്യാരക്ടറാണ്. നല്ല രീതിക്ക് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതിനകത്ത് എല്ലാവരും ഉണ്ട്. നസ്രിയും ബേസിലും മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ, ഇൻക്ലൂഡിങ് ചെറിയ ക്യാരക്ടേഴ്സ് പോലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പടം. സ്ക്രിപ്റ്റിങ്ങിലും ഡയറക്ഷനിലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ആ ഒരു മാറി, ആ ഒരു ഫാമിലി സ്റ്റാർസ് ഉള്ള ആ ഒരു കൺസെപ്റ്റ് മാറിയിട്ട് ഓരോ തരത്തിലുള്ളൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്, എല്ലാവരുടെയും ഇമ്പ്രൂവ്മെന്റ് ഗംഭീരമാണ്. ഡയറക്ടറിന്റെ ഇമ്പ്രൂവ്മെന്റ് പറയാതിരിക്കാൻ പറ്റില്ല. ആളുടെ ഫസ്റ്റ് പടത്തിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഭീകരമാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല മൂവിയാണ്. ക്ലൈമാക്സ് വരെ കീപ്പ് ചെയ്യുന്നുള്ളത് ഒരു സിമ്പിൾ സംഭവമല്ല. കാരണം നമ്മൾ
നമ്മൾ ഇതുപോലെ ഒരുപാട് സിനിമകളായിട്ട് പ്രിപ്പയർ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ നമ്മൾ വഴിതെറ്റിച്ച് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും അങ്ങനത്തെ കഥകൾ എന്തുകൊണ്ട് മലയാള സിനിമയിൽ ബാക്കി സിനിമ ലോകം വാച്ച് ചെയ്യുന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സൂക്ഷ്മ ദർശിനി. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ. സാധാരണ ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി കോമഡി അതിൽ നിന്ന് മാറി ബേസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഈ പടം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കൊരു ആദ്യത്തെ 10 മിനിറ്റിൽ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ സിനിമ കഴിയുമ്പോഴത്തേക്കും ബേസിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ്. ആ മിസ്റ്റീരിക്ക് ആ ഒരു ക്യാരക്ടർ അപ്പിയറൻസും ആ നോട്ടവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നസ്രിയ വല്ലപ്പോഴും എന്തുകൊണ്ടാണ് സിനിമ ചെയ്യുന്നത്, ഈ സിനിമയുടെ കഥ കേട്ടാൽ ആരായാലും ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഇതൊരു നമ്മുടെ നോർമൽ ലൈനിൽ പോകുന്ന ഒരു കഥയേ അല്ല, മിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ഈ സിറ്റുവേഷണൽ കോമഡികൾ ഒരുപാടുണ്ട്. കാരണം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, ഫാമിലിയായിട്ട് കാണണം. അത് ഒരു റിപ്പീറ്റ് വാച്ചിനുള്ളൊരു സിനിമയാണ്. വെരി വെരി ഗുഡ്. എല്ലാവരും കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ത്രില്ലറാണ്, മതമാണ് ഇപ്പം കണ്ടത്. നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ അസുരയുടെ വിളയാട്ടമാണ് നിന്ന് അസുര കയറി കലക്കി അത്ര ത്രില്ലർ സിനിമ. ദൃശ്യം കഴിഞ്ഞ് ഞാൻ ഇതുപോലൊരു ത്രില്ലിങ് ആദ്യമായിട്ട് ഞാൻ കാണുക. അതായത് ഒരു നിമിഷം പോലും നമുക്ക് ബോറിങ്ങില്ല, തിയേറ്റർ ഒന്നും ഇരുന്നില്ല. ആകാംക്ഷയോട് പടം കണ്ട പടം കേട്ടോ. മസ്റ്റ് വാച്ച് തിയേറ്റർ. എന്തായാലും കഥയൊന്നും പുറത്തുവിട്ടേക്കരുത്, ആരും കണ്ട് കഥ സ്പോയിലാക്കരുത്. പടമാണ്. എല്ലാം ഭയങ്കര വല്ലാത്തൊരു അനുഭവമായിരുന്നു പടം കണ്ടു കേട്ടോ. ടെക്നിക്കലി അടിപൊളി സൂപ്പർ പടം, ഒന്നും പറയാനില്ല.